നാമത്തിന് മഹത്വം. സ്തോത്രം. കർത്താവ് നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്നല്ലോ, അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ച വേറെ 1-2 പേർക്കും ഒരാൾക്കൂടെ ഒരു അപകടം ഉണ്ടായിരുന്നു. 1-2 പ്രാവശ്യം അപകടം ഉണ്ടായി. ദൈവം അവരെ വിടുവിച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ജെസിമാമ പാടാനായിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ജെസിമാമ പാടിയത് ഒരു സ്ട്രോക്ക് വന്ന ഒരാളായിട്ടാണ് പാടിയത്. ജെസിമാമ പോലും അറിഞ്ഞില്ല. ദൈവം സ്വരത്തിൽ പാടാനൊക്കെ ജെസിമാമയ്ക്ക് കൃപ കൊടുത്തു. ഇന്ന് ജെസിമാമ വന്നിട്ടില്ല. ജെസിമാമയെ, ജോസിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. സ്തോത്രം. ദൈവം നമ്മളെ നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ട് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകളൊന്നും അസാധുവല്ല. കർത്താവ് കേൾക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അടൂരും ദൂതന്മാർ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. ഇന്നലെ ഞാനൊരു സാക്ഷ്യം കേട്ടു. ഹോസ്പിറ്റലിൽ ഒരാളെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ദൂതൻ വന്ന് അദ്ദേഹത്തെ പൊക്കിയെടുത്തതായിട്ടൊരു അനുഭവം. കാരണം ദൂതനെന്ന് പറയാൻ കാര്യം, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഓട്ടോയിലോട്ട് വെച്ചിട്ട് അദ്ദേഹം പോയി. ഞാൻ വിശ്വസിക്കുന്നു ദൂതൻ വരും. യേശുവേ കർത്താവേ എന്ന് വിളിക്കുമ്പം ദൂതൻ വരും. സ്തോത്രം. Angels will come to help us now. We have some students from our seminary. They're from North India. They may not understand Malayalam, so I will also speak in English between. So we are looking at 1 Corinthians. 1 കൊരിന്ത്യർ ലേഖനമാണല്ലോ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. അതിനൊരു ടൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഫ്രം പെരിഷബിൾ ടു ഗ്ലോറിയസ് അണ്ടർസ്റ്റാൻഡിങ് ദ റിസറക്ഷൻ ബോഡി. ദ്രവത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പുനരുത്ഥാന ശരീരത്തെ നാം മനസ്സിലാക്കുക. ദ്രവത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പുനരുത്ഥാന ശരീരത്തെ നാം മനസ്സിലാക്കുക. നമ്മൾ ആരുടെയെങ്കിലും ശവസംസ്കാരത്തിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പപ്പ, അമ്മ, അല്ലെ സഹോദരങ്ങൾ, അടുത്ത് സ്നേഹിക്കുന്ന കൂട്ടുകാർ, അയൽവക്കക്കാർ, അതിൻ്റെയൊക്കെ അടുത്ത് നിന്നിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത് ഇത്രയേ ഉള്ളോ ജീവിതം? Have you ever wondered that, standing beside a grave or somebody, a dead body, and said, Lord, this is it all? This is the end? This is all about life? We have thought, no? അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഡെത്ത് ഈസ് നോട്ട് ദി എൻഡ്. മരണം ഒരിക്കലും അവസാനമല്ല. മറിച്ച് മരണത്തിനപ്പുറം ദർസ് എ ലൈഫ്, ദർസ് എൻ ഇറ്റേണൽ ലൈഫ്. ഒരു നിത്യമായ ജീവിതം നമുക്ക് മരണത്തിനപ്പുറം ഉണ്ട്. സ്തോത്രം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, ആദ്യത്തെ ഭാഗങ്ങൾ കണ്ടത്, യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റു. പലരും കണ്ടു. ദർ മെനി വിറ്റ്നസ്സസ് ടു ദ റിസറക്ഷൻ ഓഫ് ജീസസ് കണ്ടു. അതിനുശേഷം നാം കാണുന്നത്, വി വിൽ ഓൾസോ റിസറക്റ്റ്. നമ്മളും എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. നമ്മളും മരിക്കുമ്പോൾ നമ്മളും എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ 35-ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ, വേഴ്സ് 35, there are some doubts and questions. ചില സംശയങ്ങളും ചോദ്യങ്ങളും അവിടെ നാം കാണുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർത്തുന്നു എന്നും ഏവിധം ശരീരത്തോട് വരുന്നുവെന്നും ചോദിക്കും. അപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങൾ. ഒരു പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആരെങ്കിലും പൗലോസിനോട് ചോദിച്ച ചോദ്യമായിരിക്കാം. അല്ലെങ്കിൽ ഈ അവിശ്വാസമുള്ള ഈ സംസാരം ആരെങ്കിലും പൗലോസിനോട് ചോദിച്ചു കാണും. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം, മരിച്ചവരെങ്ങനെയാണ് ഉയർക്കുന്നത്? ഹൗ വിൽ ദ ഡെഡ് കം ടു എ ലൈഫ്? എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? ഓർ വാട്ട് കൈൻഡ് ഓഫ് ബോഡി? ഏത് ശരീരത്തോടെയാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്? തൊട്ടടുത്ത വാക്യത്തിൽ നമ്മളാരും മറ്റുള്ളവരെ വിളിക്കാത്ത, ശത്രുക്കളെ പോലും വിളിക്കാത്തൊരു വേർഡാണ് മൂഢ, അല്ലേ? വി ഡോണ്ട് കോൾ എനിബഡി. പക്ഷേ ഹൗ ഫൂളിഷ്, മൂഢ എന്ന് പറയുന്നു. അതിൻ്റെ റീസൺ ഞാൻ ചിന്തിക്കുന്നത്, നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്,
ഈ പുനരുത്ഥാനത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെ ശരീരത്തെക്കുറിച്ചും അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നില്ല, അല്ലേ? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാത്തപ്പം നമ്മൾ എന്ത് പറ്റും? സുവിശേഷം വിശ്വസിക്കുന്നില്ല. അപ്പോൾ if they don't believe in resurrection, they don't believe that Jesus have risen. If Jesus have risen, that means if they believe that Jesus haven't been risen, they believe, they don't believe in the gospel. സുവിശേഷത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഒത്തിരി ഡൗട്ട്സ് ആൻഡ് കൺഫ്യൂഷൻ, സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉള്ള ഒരു സഭ നമ്മളെപ്പോലെ ആരാധിച്ച സഭയാണ് കേട്ടോ. സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു, ആത്മീയവരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നൊരു സഭ. പക്ഷെങ്കിൽ അവർ ഒരുപക്ഷെ മൂഢ എന്ന് വിളിക്കാൻ കാര്യം, ദുർനടപ്പ് ചെയ്യുന്ന ഒരു വിശ്വാസിയെ സഹകരിക്കാൻ അവർക്ക് മനസ്സുണ്ടായി. 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അതേപോലെ ഈ ഹെറസിയും, ഈ ദൈവത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വിരുദ്ധമായി പറയുന്ന ഇതും വിശ്വസിക്കാൻ, അതും ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറാണോ? അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് അവരെ മൂഢ എന്ന് വിളിക്കുന്നത്. സ്തോത്രം. നമ്മൾ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളൊന്ന് നോക്കാം. ഇവിടെ നാം കാണുന്നത് മരണം ഒരു തടസ്സമല്ല, മറിച്ച് രൂപാന്തരത്തിലേക്കുള്ള ഒരു പ്രക്രിയയാണ്. ഡെത്ത് ഈസ് നോട്ട് എ ബാരിയർ ബട്ട് എ പ്രോസസ് ടുവേർഡ്സ് ട്രാൻസ്ഫോർമേഷൻ. നമുക്കത് വായിക്കാം. 36 മുതൽ 38 വാക്യം വരെ. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയും മറ്റു വല്ലതിൻ്റെയും വെറും മണി അത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. മരണത്തിലൂടെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന നാശവും ദൈവത്തിന് ഒരു പ്രശ്നമല്ല. ദൈവത്തിന് മറികടക്കാൻ പറ്റാത്തൊരു പ്രശ്നമല്ല മരണം. ഉയർത്തെഴുന്നേൽപ്പ് ഉള്ള ശരീരം, പുനരുത്ഥാന ശരീരം തരാൻ ദൈവത്തിന് ഇതൊന്നും ഒരു തടസ്സമല്ല. Death is not a barrier for Jesus, for God to give us a resurrection body. നമുക്കൊരു തടസ്സമാണ്, പക്ഷെങ്കിൽ ദൈവത്തിന് അതൊരു തടസ്സമല്ല. മരണമുണ്ടെങ്കിൽ മാത്രമേ there is resurrection. പുനരുത്ഥാനം വേണോ? നമ്മൾ മരിച്ചേ പറ്റുകയുള്ളൂ. സ്തോത്രം. ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു രൂപാന്തരപ്പെട്ട ശരീരത്തോടെയാണ്. രൂപാന്തരപ്പെട്ട ശരീരം. ഇത് മനസ്സിലാക്കാൻ, to help us to know the transformation, Paul is using some illustration. ചില ഉദാഹരണങ്ങൾ ഉപയോഗിക്കുകയാണ്. ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഉദാഹരണമാണ് വിത്തിൻ്റെ ഉദാഹരണം. വിത്ത് ചത്തില്ല എങ്കിൽ ജീവിക്കുകയില്ല. വിത്ത് ചാകണം. ഇഫ് യു വോണ്ട് എ പ്ലാന്റ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും വീട്ടിൽ ചെടികളൊക്കെ വളർത്തുന്നവരാണ്. വി പ്ലാന്റ് എ സീഡ്. ഒരു സീഡ് നമ്മൾ ഇടും, ഇല്ലേ? സീഡ് കിളിച്ച് വരുമ്പം സീഡായിട്ടാണോ കിളിച്ച് വരുന്നത്? ചെടിയായിട്ടാണ് കിളിച്ച് വരുന്നത്. സീഡ് അതിനകത്ത് ഇടുമ്പം അതെന്ത് ചെയ്യും? ചാകും. എന്ന് പറഞ്ഞാൽ തൊലിയൊക്കെ പൊട്ടും, അതില്ലാതെയായി പുതിയ ഒരു ചെടി, പുതിയൊരു പ്ലാന്റ് കിളിച്ച് വരികയാണ്. ഇതുപോലെയാണ് റിസറക്ഷൻ. റിസറക്ഷൻ ഈസ് ലൈക്ക് ദിസ്. Seed is planted, it's broken, it dies, and then a new plant comes alive. സ്തോത്രം. Now, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പറയുമ്പം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ചത്തു. From human perspective, it's gone, it's dead. However, from heavenly perspective, from the kingdom of God, so new life is going to come. പുതിയൊരു ജീവൻ, പുതിയൊരു ജീവിതം ഈ മരിച്ച വ്യക്തിയിലോട്ട് വരികയാണ്. സ്തോത്രം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം, 1 തെസ്സലോനിക്കർ ചാപ്റ്റർ 4 നമ്മൾ വായിക്കുന്നുണ്ടല്ലേ? കർത്താവ് വരുമ്പം നമ്മളെല്ലാവരും ജീവനോടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറന്നു പോകും. അല്ല, മരിച്ചവരെന്ത് ചെയ്യും? രൂപാന്തരപ്പെട്ട് അവർ എന്ത് ചെയ്യും? മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം. ഇത് കൊരിന്ത്യ സഭയ്ക്ക് മനസ്സിലാക്കാൻ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ച ഒരു ഉദാഹരണമാണ് വിത്തിൻ്റെ ഉദാഹരണം. ഫ്രം അഗ്രികൾച്ചർ. അവരെല്ലാവരും കൃഷി ചെയ്യുന്നവരാണല്ലോ. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്ന
നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റ് വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ, ശ്രദ്ധിക്കണം, തൻ്റെ പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. നമ്മളെല്ലാം പയർ നമ്മൾ നടുമ്പം തന്നെ പയർ എത്ര ടൈപ്പ് പയറുണ്ടല്ലേ? ആ വിത്തിടുമ്പം ആ ടൈപ്പ് പയറാണ് കിളിച്ച് വരുന്നത്, അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീസ്. സോ വെൻ യു പ്ലാന്റ് ദ സീഡ്, ഓൺലി ദാറ്റ് പ്ലാന്റ് കംസ് ഔട്ട്. പല ശരീരം എന്ന് പറഞ്ഞാൽ ദൈവം, ഹീ ഈസ് ദ ഗിവർ ഓഫ് ബോഡീസ്. ദൈവം ശരീരങ്ങളെ നൽകുന്നവനാണ്. വെറൈറ്റി ദൈവത്തിനൊരു വിഷയമല്ല. വെറൈറ്റി ഈസ് നോട്ട് എ പ്രോബ്ലം. വെറൈറ്റി ഒരു വിഷയമല്ല. ബിക്കോസ് ജീസസ്, ഗോഡ് ഈസ് ദ ഗിവർ ഓഫ് ബോഡീസ്. ദൈവം ശരീരങ്ങളെ നൽകുന്നവനാണ്. സ്തോത്രം. നാം മരിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരം ഇല്ലാതാകും. ബട്ട് ദിസ് ഇസ് ദ സീഡ്. നമ്മുടെ ബോഡി ഇസ് എ സീഡ് ഫോർ ടുഡേ. ഹൗവർ, നമ്മുടെ ബോഡി നശിച്ചു കഴിയുമ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്യും? പുനരുത്ഥാനത്തിൽ ഒരു പുതിയ ശരീരം, പുനരുത്ഥാന ശരീരം നമുക്ക് നൽകിത്തരും. സ്തോത്രം. തൊട്ടടുത്ത വാക്യങ്ങൾ 38 മുതൽ 41 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, പോൾ ഈസ് ഗോയിങ് ഫ്രം ഫാമിംഗ് ഫീൽഡ് ടു ക്രിയേഷൻ. ഇനിയും മറ്റു പല സൃഷ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി തരികയാണ്, ഡെത്ത് ഈസ് നോട്ട് ദി എൻഡ്. മരണം അവസാനമല്ല. മരണം അവസാനമല്ല. സ്തോത്രം. ഒന്ന് വായിക്കാം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദം ഉണ്ടല്ലോ. ഇവിടെ നാം കാണുന്നത്, ദൈവം ശരീരങ്ങളെ നൽകുന്നവനാണ്, ജീവനെ നൽകുന്നവനാണ്. മനുഷ്യൻ്റെ മാംസവും ഓരോ പക്ഷിയുടെ മാംസവും മൃഗങ്ങളുടെ മാംസവും എല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാത്തിനും വ്യത്യാസമുണ്ട്. പെൻഗ്വിൻ എവിടാണ് ജീവിക്കുന്നത്? തണുപ്പുള്ള രാജ്യത്താണ്. പെൻഗ്വിൻ ലിവ്സ് ഇൻ എ കോൾഡ് ക്ലൈമറ്റ്. അതിൻ്റെ ശരീരത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ആ തണുപ്പ് രാജ്യത്ത് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട അതിൻ്റെ ശരീരം, ഇല്ലേ? മൈഗ്രേറ്ററിങ് ബേർഡ്സ് ഉണ്ടല്ലോ, ഒരു സമയത്ത് പറന്നു പോകുന്ന പ്ലാന്റ്സ്, ബേർഡ്സ്, അതിന് അതതിൻ്റെ ശരീരം. വെയിൽ അതിൻ്റെ ശരീരം, ഇല്ലേ? ചെറിയ ചെറിയ മീനുകൾ, നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ചെറിയ ചെറിയ മീനുകൾ, വേറെ ശരീരം. God is the giver of bodies. God is the giver of life. God is the giver of bodies. അതതിൻ്റെ ശരീരം അനുസരിച്ച് തരുന്ന ദൈവം നാം മരിക്കുമ്പോൾ എന്തു ചെയ്യും? അതേ സൃഷ്ടിപ്പിൻ്റെ പദ്ധതി, ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ്. ആ സൃഷ്ടിക്കുന്ന ദൈവം നമ്മുടെ പുനരുത്ഥാനത്തിന് ഇറ്റ് ഗ്യാരണ്ടീസ്. ദർ ഇസ് നോ ഡൗട്ട്സ്. സംശയിക്കേണ്ട കാര്യമില്ല. അതതിൻ്റെ ശരീരം, നമ്മുടെ ശരീരം വിത്തായി വീഴുമ്പോൾ അതിൻ്റെ ശരീരമായി, രൂപാന്തരപ്പെട്ട ശരീരമായി നാം ഉയർത്തെഴുന്നേറ്റ് വരും. ഇവിടെ ഇത് നമ്മൾ വായിക്കുമ്പം നമ്മൾ സൃഷ്ടിപ്പിൻ്റെ കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. അതതിൻ്റെ വിത്ത്, അതതിൻ്റെ മാംസം എന്ന് പറയുമ്പോൾ ഭൂമിയിൽ 11-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഭൂമിയിൽ പുല്ലും വിത്ത് ഉള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അതത് തരം എന്ന് പറയുമ്പോൾ നാം ഇന്ന് കാണുന്ന എല്ലാ വൃക്ഷങ്ങളും ചെടികളും കൽപ്പിച്ചുടനെ വന്നതാണ്. 12-ാം വാക്യം, ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. 14-ാം വാക്യം, പകലും രാവും തമ്മിൽ വേർതിരിപ്പാൻ ആകാശവിധാനങ്ങളിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവയെ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുകയും ഉതകട്ടെ. ഭൂമിയിൽ പ്രകാശിപ്പാൻ ആകാശവിധാനങ്ങളിൽ അവ വെളിച്ചമായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അപ്പോൾ നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ആകാശത്തുള്ള എല്ലാ സ്റ്റാർസ് എല്ലാം ഒരു വാക്കുകൊണ്ടാണ് ആരുണ്ടാക്കിയത്?
ദൈവം ഉണ്ടാക്കിയത്. പകൽ വാഴേണ്ടതിന് വലിപ്പമുള്ള വെളിച്ചം, രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചം. സ്തോത്രം. ഒറ്റ വാക്കുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആകാശത്തിൽ കാണുന്ന എല്ലാ ഗാലക്സിയും എല്ലാ സ്റ്റാറും കണ്ടുപിടിച്ചിട്ടുള്ളതും കണ്ടുപിടിക്കാൻ ഉള്ളതും എല്ലാം ഉണ്ടാക്കിയത് എന്താണ്? ഒറ്റ വാക്കുകൊണ്ട്. സ്തോത്രം. നീ മൃഗങ്ങളുടെ കാര്യം പറയുമ്പോഴോ ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും അതത് തരം ഭൂചര ജന്തുക്കളും ഉണ്ടാക്കി. എല്ലാം, എവ്രിതിങ്, ബേർഡ്സ്, ആനിമൽസ്, plants, everything was created by his word. സ്തോത്രം. എല്ലാം ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ വാക്കുകൊണ്ട്. നമ്മൾ പഠിക്കുമല്ലോ, he created everything out of nothing. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം ഉണ്ടാക്കിയത്. നീ മനുഷ്യൻ്റെ മാംസമോ പൊടിയിൽ നിന്നുണ്ടാക്കി, അല്ലേ? ജീവശ്വാസം ഊതി എന്ന് കാണുന്നു. സ്തോത്രം. സെയിം ഗോഡ്, ഈ ദൈവം തന്നെ, he will create variety of bodies according to our seed. ദൈവത്തിൻ്റെ ഈ മനോഹരമായ, നമ്മൾ കാണുന്ന ഇപ്പം വായിച്ച മനോഹരമായ ഡിസൈൻ, നിങ്ങളൊക്കെ പലരും ഡിസൈനേഴ്സ് ഉണ്ട് ഇവിടെ. പല ഡിസൈനുകൾ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കും? വെറൈറ്റി ഈസ് നോട്ട് എ പ്രോബ്ലം. ദൈവത്തിന് വെറൈറ്റി ഒരു പ്രോബ്ലം അല്ല. സ്തോത്രം. ഹീ വിൽ ക്രിയേറ്റ് എവ്രിതിങ് ഔട്ട് ഓഫ് നത്തിങ്. നമ്മൾ മരണത്തിൽ മരിച്ചു കഴിയുമ്പോൾ God will give us a resurrected body. സ്തോത്രം. നാം വായിച്ചല്ലോ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്നെടുത്ത മനുഷ്യൻ മരണത്തോട് മണ്ണിലോട്ട് തിരിച്ചു പോകും. അവിടെ നിന്ന് ദൈവം എന്ത് ചെയ്യും? രൂപാന്തരപ്പെട്ട ശരീരവുമായി അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. Man was created out of dust, and to dust we will go, and from the dust God will resurrect our body. Why? എന്താണ് കാരണം? God is a creating God. ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ, ദൈവത്തിൻ്റെ പദ്ധതിയെ ഡോണ്ട് ലിമിറ്റ് ഇറ്റ് ടു ഹ്യൂമൻ റീസണിങ്. മാനുഷികമായ ലോജിക്കിൽ, മാനുഷികമായ അറിവിനെ പരിമിതപ്പെടുത്തരുത്. കാരണം എന്താണ്? God is beyond our logic. God is beyond our reason. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഡിസൈനിങ് ഓഫ് ഡിസൈൻ, ഹീ ഈസ് എ ഡിസൈനർ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുന്ന ദൈവമാണ്. സോ ട്രസ്റ്റ് ഇൻ ദ ഡിസൈനിങ് ഓഫ് ലൈഫ്, ട്രസ്റ്റ് ഇൻ ദ ഡിസൈനർ ഗോഡ്. ദൈവത്തിൻ്റെ രൂപപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ആ ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. നമ്മുടെ ശരീരം സ്വർഗത്തിൽ വസിക്കാൻ വേണ്ടി അനുരൂപരായി ദൈവം നമ്മളെ എന്ത് ചെയ്യും? സ്വർഗീയ ശരീരം നമുക്ക് നൽകിത്തരും. അപ്പോൾ ഒരു ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് എർത്ത്ലി ബോഡി ആൻഡ് ഹെവൻലി ബോഡി? നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഇപ്പോഴുള്ള ശരീരം, നമ്മുടെ റിസറക്റ്റഡ് ബോഡിയുമായിട്ടുള്ള വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? വ്യത്യാസമുണ്ട്. സ്തോത്രം. 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. പുനരുത്ഥാന ശരീരം നമ്മളിവിടുന്ന് വായിക്കുന്ന മനസ്സിലാകുന്നു. പുനരുത്ഥാന ശരീരം വളരെ വ്യത്യാസമാണ്. മേ ബി വി ക്യാൻ സേ ഇറ്റ്സ് ഗ്ലോറിയസ്ലി ഡിഫറെൻറ്റ്. മഹത്വപൂർണമായി വ്യത്യാസമാണ്. അവർ റിസറക്റ്റഡ് ബോഡി ഈസ് ഗ്ലോറിയസ്ലി ഡിഫറെൻറ്റ്. ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുള്ളത് ശവസംസ്കാര ശുശ്രൂഷയിലാണ് ഞാൻ കേൾക്കാറുള്ളത്. ബട്ട് ഇത് ഞാൻ വായിക്കുന്ന സമയത്ത് നമുക്ക് ദൈവം തരാൻ പോകുന്ന ഭാവി നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ അപകടമൊന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കണമേ, നമുക്ക് കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ച് ചെയ്യിക്കണമേ, അല്ലെങ്കിൽ അത് തരണമേ, ഇത് നൽകണമേ. വി ഓൺലി പ്രേ ഫോർ അവർ ഡേ ടു ഡേ ടെമ്പററി ലൈഫ്. നോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇവിടെ നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ബട്ട് ദ തിങ് ഈസ്, ഗാഡ് ഹാസ് ഓൾറെഡി ഓർഡൈൻഡ് ഫോർ അസ് വാട്ട് ഈസ് ടു കം. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടിയുള്ളത് തന്നെ ദൈവം എന്ത് ചെയ്തു? ഒരുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡു യു തിങ്ക് ഗാഡ് വിൽ നോട്ട് കെയർ ഫോർ അസ് ടുഡേ? ഇന്നത്തേക്ക് ദൈവം എനിക്ക് വേണ്ടി കരുതുന്നില്ലേ? കാണുന്ന കാര്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. കാണാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പുനരുത്ഥാന ശരീരം വിൽ ബി ഗ്ലോറിയസ്ലി ഡിഫറെൻറ്റ്. മഹത്വപൂർണമായി വ്യത്യാസമുള്ളതാണ്. അത് വ്യത്യസ്തമായി രൂപപ്പെടുത്തിയതാണ്.
സ്തോത്രം. കാരണം എന്താണ്? മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിന് വേണ്ടി എൻ്റെ ശരീരം രൂപപ്പെടുത്തിയിരിക്കുകയാണ്. 4 തരത്തിലുള്ള വ്യത്യാസം, 4 ഡിഫറൻസസ്. ആദ്യം നമ്മൾ കാണുന്നു 42-ാം വാക്യത്തിൽ, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ഫ്രം പെരിഷബിൾ ടു ഇംപെരിഷബിൾ. സ്തോത്രം. വിത്ത് ഇടും, അതെന്ത് ചെയ്യും? ഇറ്റ് ഡൈസ്, നശിച്ചു പോകും. പക്ഷെങ്കിൽ ഉയർത്തെഴുന്നേക്കുന്ന എന്താണ്? ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു ശരീരമായിട്ടാണ്. ഇറ്റ് വിൽ നെവർ പെരിഷ്. ഇറ്റ്സ് മെൻറ്റ് ഫോർ ഇറ്റേണിറ്റി. ഇവിടെ 70-80 വയസ്സിലേക്കുള്ള ശരീരമാണ്, ഇല്ലേ? ഇറ്റ്സ് ഓൺലി മെൻറ്റ് ഫോർ 70-80 years. ബട്ട് പുനരുത്ഥാന ശരീരമോ ദ്രവിച്ചു പോകാത്ത അദ്രവം, ഇംപെരിഷബിളായിട്ടുള്ള ശരീരമാണ് നമുക്ക് തരാനായിട്ട് പോകുന്നത്. സ്തോത്രം. രണ്ടാമത്തെ എന്താണ്? 43-ാം വാക്യത്തിൽ, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ഫ്രം ഡിസോണർ ടു ഗ്ലോറി. ഫ്രം ഡിസോണർ ടു ഗ്ലോറി. നാച്ചുറൽ ബോഡി ഈസ് സോൺ ഇൻ ഡിസോണർ, ബട്ട് റിസറക്റ്റഡ് ബോഡി ഈസ് ഓണേർഡ് ഇൻ ഗ്ലോറിയസ് ബോഡി. സി, നമ്മുടെ ശരീരം ഈ ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു 30-35 അല്ലെ 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നമ്മൾ തന്നെയായിരുന്നു ഇത്, ഇല്ലേ? So when it comes to 70-80, we wonder, is it our body? നമ്മൾ പോലൊക്കെ ഇരിക്കുവാണോ? So totally different, no? Disfigure. എന്നൊരു അപകടം പറ്റിയാലോ? We have an accident, something happens to our face, പല്ല് കുറേ പോയാൽ മതി, അല്ലേ? പിന്നെ ഇപ്പോൾ ഉള്ള ഇംപ്ലാന്റ് ഒക്കെ ഉള്ള രക്ഷപ്പെട്ടു, പ്ലാസ്റ്റിക് സർജറി ഒക്കെ ഉള്ള രക്ഷപ്പെട്ടു. But we get disfigured. Is that right? That shows അപമാനം. Then we are, the other day we met a man, he had his mask. Even when he was talking on Zoom, he had his mask. So I thought, sir, are you sick? Do you have cold? പനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, no. I had a major surgery on my face. So that has completely disfigured my face. എൻ്റെ മുഖം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വ്യത്യാസമായി. അതുകൊണ്ട് I always wear a mask. മാസ്ക് കണ്ടുപിടിച്ചോണ്ട് കാര്യമില്ലേ? സി, ദിസ് ബോഡി അത് മാനമില്ലാത്തൊരു ബോഡിയാണ്. വിൽ ബിക്കം ഡിസോണർ. ഇറ്റ് ലൂസസ് ഓണർ. ഞാൻ എപ്പോഴും എനിക്ക് സങ്കടം വരുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അമ്മ മരിച്ചപ്പോഴും അങ്ങനെ ആയിരുന്നു. ബോഡി മരിച്ചു കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു, ഈ ശവം എടുത്തുകൊണ്ട് പോകാനാന്ന്. അത്രയും നേരം വി കോൾ മൈ മദർ, കുറച്ച് കഴിയുമ്പോൾ എന്താ വിളിക്കുന്നേ? പേര് പോലും വിളിക്കുന്നില്ല. പിന്നെന്താ വിളിക്കുന്നേ? ഈ ശവശരീരം മറിയാമ എന്ന എൻ്റെ അമ്മച്ചിയുടെ പേര്. മറിയാമ എടുത്തുകൊണ്ട് പോകുന്ന ആരും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. ഈ ശവം എടുത്തുകൊണ്ട് പോകാം. എന്നാൽ പോട്ടെ, എൻ്റെ അമ്മയല്ലേ, നമുക്കെന്നാ 2 ദിവസം വീട്ടിൽ വെച്ചേക്കാന്ന് വെച്ചാലോ? ഡു വി കീപ് ദ ഡെഡ് ബോഡി ഇൻ അവർ ഹോം ഫോർ 2 days? നോ. മോർച്ചറി ഉണ്ടെങ്കിൽ പോലും 24 hours വെക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അങ്ങ് എടുത്ത് കൊണ്ട് വെക്കും. സി, ദിസ് ബോഡി അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, പക്ഷേ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടല്ലോ. ഇറ്റ്സ് എ ഗ്ലോറിയസ് ബോഡി. തേജസ്സിലാണ്. തേജസ്സിൽ. ഐ ബിലീവ്, റിമെമ്പർ ദ ഗ്ലോറി കവേർഡ് ദ നേക്കഡ്നെസ് ഓഫ് ആഡം ആൻഡ് ഈവ്. ആദാമിൻ്റെ അവ്വയുടെയും നാണത്തെ മറച്ച ആ തേജസ് ഉണ്ടല്ലോ. മോശ 40 ദിവസം ദൈവത്തോട് കൂടെ ഇരുന്ന് മടങ്ങി വന്ന സമയത്ത് അവർ പറഞ്ഞു, no, I don't want to look at your face. Moses, please cover your face with the veil, because ഭയങ്കര തേജസ്സാണ്. തേജസ്സുള്ള ശരീരത്തോട് നമ്മൾ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേറ്റ് വരും. മൂന്നാമത്തെ ഡിഫറൻസ്, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ഫ്രം വീക്ക്നെസ് ടു പവർ. വി ഗെറ്റ് ടയർഡ്, നോ, വി ഗെറ്റ് സിക്ക്. നമുക്ക് ക്ഷീണം, ഇല്ലേ? അവിടെ വേദന, ഇവിടെ വേദന. ഇറ്റ്സ് കോമൺ. നമ്മുടെ ശരീരം വീക്കാവും. ബട്ട് resurrected body is full of power. We will never get tired. We will be full of strength. സ്തോത്രം. നാലാമത്തേത്, ഫ്രം നാച്ചുറൽ ടു സ്പിരിച്വൽ. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. സ്തോത്രം. പ്രാകൃതമായത് താഴെ വീഴും, ചത്തുപോകും, ഇല്ലാതെയാകും. ഉയർക്കുന്നതോ ആത്മീയ ശരീരം. ആത്മീയ ശരീരം എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് അല്ല. സ്പിരിച്വൽ ബോഡി എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് സ്പിരിറ്റ് ദാറ്റ് വി കനോട്ട് സീ, ബട്ട് ആക്ച്വലി ഇറ്റ് മീൻസ് ലൈക്ക് സൂപ്പർ നാച്ചുറൽ. അമാനുഷികമായ ഒരു ശരീരവുമായി നാം എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേറ്റ് വരും. ദിസ് ഈസ് വൈ വി കുഡ് റീച്ച് ഹെവൻ വെൻ വി ഹിയർ ദ ട്രംപറ്റ്. സോ റിസറക്റ്റഡ് ബോഡി ഈസ് ഡിഫറെൻറ്റ്.
ഇറ്റ്സ് ഗ്ലോറിയസ്ലി ഡിഫറെൻറ്റ്. സ്തോത്രം. നമ്മുടെ ഈ ബോഡി ലിമിറ്റഡ് ആണ്, ഇല്ലേ? പെട്രോൾ ഒഴിച്ചാലേ മുമ്പോട്ട് പോകുന്ന പറഞ്ഞ പോലെ ആഹാരം വെള്ളമൊക്കെ കഴിച്ചാൽ വൈറ്റമിനൊക്കെ ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകും. ഇറ്റ്സ് ലിമിറ്റഡ്. നമ്മുടെ കേപ്പബിലിറ്റി എല്ലാം കുറവാണ്. സ്തോത്രം. എന്നാൽ പുനരുത്ഥാനം, when we get resurrected, we don't come back to the same body. So resurrection is not restoration. നമ്മുടെ പഴയ ശരീരത്തിലോട്ട് വരികയല്ല, മറിച്ച് എന്താണ്? ഒരു രൂപാന്തരപ്പെട്ട ശരീരം. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ. രൂപാന്തരപ്പെട്ട ശരീരത്തിലോട്ട് നമ്മുടെ ശരീരത്തെ ദൈവം മാറ്റുകയാണ്. സ്തോത്രം. ഈ ശരീരം നശിച്ചു പോകും. നമുക്കൊത്തിരി നമ്മൾ ഈ ശരീരത്തിന് വേണ്ടി കെയർ ചെയ്യുന്നവരെ എനിക്കറിയാം. വി ഷുഡ് കെയർ. ബട്ട് സംടൈംസ് ഐ വണ്ടർ വി ഓവർ കെയർ. ബട്ട് പ്ലീസ് നോ that this body is going to die, but we will have a resurrected body. സ്തോത്രം. Now, എന്തുകൊണ്ടാണ് ദൈവം അങ്ങനൊരു ശരീരം നമുക്ക് നൽകുന്നത്? Why are we given such a body? എന്തുകൊണ്ടാണ് ആ ഒരു ശരീരം ദൈവം നമുക്ക് തരുന്നത്? അതാണ് അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. 45 മുതൽ 49 വരെ കാര്യം. There's a reason why God will give us such a body. വായിക്കാമോ? ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. എന്തുകൊണ്ടാണ് ഈ ഗ്ലോറിയസ്ലി ഡിഫറെൻറ്റ് ബോഡി, മഹത്വപൂർണമായ വ്യത്യാസമുള്ള ശരീരം ദൈവം നമുക്ക് തരുന്നതെന്നറിയാമോ? നാം ഇറ്റ്സ് എ മാർക്ക്, ഒരടയാളമാണ്. എന്താണ് അടയാളം? സ്വർഗീയൻ്റെ അടയാളം. സ്വർഗീയൻ്റെ പ്രതിമ നമ്മൾ ധരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ദ റിസറക്റ്റഡ് ബോഡി. മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ നാം ഇപ്പോൾ ധരിക്കുന്നു. എന്നാൽ നാം സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കണമെങ്കിൽ ധരിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ റിസറക്റ്റഡ് ബോഡി. 2 ആദാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. മുമ്പേ നമ്മൾ നേരത്തെ 22-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. 2 ആദാം. ആദ്യത്തെ ആദാമാണ് മണ്ണുകൊണ്ടുള്ളവൻ. സ്തോത്രം. മണ്ണുകൊണ്ടുള്ളവനായി വന്നു. ദൈവം ജീവൻ ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ എന്തു ചെയ്തു? ആഡം സിൻഡ്. അതുകൊണ്ട് ആദാമിനോടൊപ്പം ജീവനുള്ള ദേഹിയായി തീർന്നെങ്കിലും മരണം വന്നു. ത്രൂ ആഡം ദ ഡെത്ത് കെയിം ഇൻ ടു ദിസ് വേൾഡ്. സോ ആദ്യത്തെ ആദാം ജീവനുള്ള ദേഹിയായി. എന്നാൽ പാപം മുഖാന്തരം എന്തു പറ്റി? മരണവും കൂടെ ആദാം മുഖാന്തരം ഈ ലോകത്തിലോട്ട് വന്നു. എന്നാൽ രണ്ടാമത്തെ ആദാം എന്താണ്? സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, സ്വർഗീയനാണ്. ആദാം ജനിച്ചിട്ടില്ല, ഫസ്റ്റ് ആഡം. സെക്കൻഡ് ആഡം വാസ് ബോൺ, ജനിച്ചു, ഇവിടെ ജീവിച്ചു. പാപം ആദ്യത്തെ ആദാമിനെ തോൽപ്പിച്ചെങ്കിൽ രണ്ടാമത്തെ ആദാം പാപം ഇല്ലാത്തവനായി ജീവിച്ചു. വാസ് ബോൺ, ലിവ്ഡ് എ സിൻലെസ് ലൈഫ്. പക്ഷെ മരിച്ചു. ആദാമും മരിച്ചു, രണ്ടാമത്തെ ആദാം യേശുക്രിസ്തുവും മരിച്ചു. യേശു മരിച്ചിട്ട് അവിടെ കിടന്നില്ല, മറിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനം യേശുവിൻ്റെ മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും ദൈവം നമുക്ക് നൽകിത്തന്നു. അതുമാത്രമല്ല, ഈസ് നോട്ട് ജസ്റ്റ് എ ലിവിങ് ബീയിങ്. നമ്മൾ വായിക്കുന്ന എന്താണ്? ഹീ ഗിവ്സ് ലൈഫ്. ഹീ ഗിവ്സ് ലൈഫ്, ലൈഫ് ഗിവിങ് സ്പിരിറ്റ്. അതാ നമ്മൾ വായിച്ചത്. ആദ്യത്തെ ആദാം മരിച്ചു, ജീവിച്ചു, ലിവിങ് ബീയിങ് ആയിരുന്നു, ജീവനുള്ള ദേഹിയായിരുന്നു. എന്നാൽ യേശുക്രിസ്തു എന്താണ്? ഈസ് എ ലൈഫ് ഗിവിങ് സ്പിരിറ്റ്, ജീവിപ്പിക്കുന്ന ദേഹിയാണ്. ഹി ഈസ് എ ലൈഫ് ഗിവിങ് സ്പിരിറ്റ്. ഒന്നാമത്തെ ആദാവും രണ്ടാമത്തെ ആദാമും തമ്മിലുള്ള വ്യത്യാസം. യേശു ആദ്യത്തെ ആദാം ജീവനുള്ള ദേഹിയായിരുന്നു. എന്നാൽ യേശു എന്താണ്? ജീവിപ്പിക്കുന്ന ആത്മാവാണ്, ജീവിപ്പിക്കുന്ന ആത്മാവ്. ഇതാണ് സ്വർഗീയമായവൻ്റെ പ്രതിമ നാം ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം. ആ ജീവിപ്പിക്കുന്ന ആത്മാവ്. ഹി ഈസ് നോട്ട് ഓൺലി എ ഗിവർ ഓഫ് ബോഡി. നമ്മൾ കണ്ടില്ലേ, അപ്പം അതതിൻ്റെ ശരീരമെല്ലാം കൊടുത്തു. ഹി ഈസ് നോട്ട് ഓൺലി എ ഗിവർ ഓഫ് ബോഡി ബട്ട് ഓൾസോ ഈസ് എ ഗിവർ ഓഫ് ലൈഫ്. ജീവൻ നൽകുന്നതോടെയാണ് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റു.
സ്തോത്രം. ഹി ബിക്കെയിം ദ ലൈഫ് ഗിവിങ് സ്പിരിറ്റ്. ജീവിപ്പിക്കുന്ന ദേഹിയായി മാറി. സ്തോത്രം. മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ നാം ധരിച്ചു. അതേപോലെ വാട്ട് വിൽ വി ഡു? നാം സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. ഫ്രം എർത്ത്ലി ടു ഹെവൻലി. മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ നാം ധരിച്ചു. അതുപോലെ നാം എന്ത് ചെയ്യും? സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. നാം സ്വർഗീയനാണ്. നമ്മൾ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുന്നു എന്ന് കാണിക്കാനാണ് നാം എന്ത് ചെയ്തത്? ഈ വ്യത്യസ്തമായ പുനരുത്ഥാനത്തിൻ്റെ ശരീരം ദൈവം നമുക്ക് നൽകുന്നത്. വി ക്യാരി ദ മാർക്ക് ഓഫ് ദ മാൻ ഓഫ് ഹെവൻ. സ്വർഗീയൻ്റെ പ്രതിമ നാം ധരിക്കേണ്ടവനാണ്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ഹൗ ഡു വി ഡിഫൈൻ അവർ സെൽഫ് ഫ്രം എ ഹെവൻലി മാൻസ് പെർസ്പെക്റ്റീവ്. സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുന്നു എന്നുള്ള ധരിക്കേണ്ടവരാണ് ആ ഒരു വ്യക്തിത്വം. ലെറ്റ് ദാറ്റ് ഡിഫൈൻ അസ്. അത് നമ്മളെ ഡിഫൈൻ ചെയ്യട്ടെ. സ്തോത്രം. അപ്പോൾ നാം കണ്ടു, ഡെത്ത് ഈസ് നോട്ട് ആൻ എൻഡ്. ദൈവത്തിനൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. മരണമൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. സ്തോത്രം. വ്യത്യസ്തമായ ശരീരമൊന്നും ദൈവത്തിന് വിഷയമല്ല. സ്തോത്രം. God will give us a resurrected body. സ്തോത്രം. And our bodies will be transformed, gloriously different. വ്യത്യസ്തമാണ്. It will be gloriously different. മഹത്വപൂർണ്ണമായ വ്യത്യസ്തമായ ഒരു ശരീരം ദൈവങ്ങൾക്ക് നൽകും. എന്തിനാണ്? To be like the heavenly man. യേശുവിനെ പോലെ ആകാൻ മഹത്വപൂർണ്ണമായ ഒരു ശരീരം ദൈവം നമുക്ക് തരും. സ്തോത്രം. So let's think, am I living with eternity in perspective or with a temporal life in perspective? എൻ്റെ ജീവിതം ഇന്നത്തേക്കുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച്, അല്ലെങ്കിൽ 70 വർഷത്തേക്കുള്ള 80 വർഷം എൻ്റെ കൊച്ചുമക്കളുടെ കാര്യം, അല്ലെ കൊച്ചുമക്കളുടെ കാര്യം അതുമാത്രം നോക്കിയാണോ ഞാൻ ജീവിക്കുന്നത്? ഓർ ഐ ആം തിങ്കിങ് അബൌട്ട് മൈ ഇറ്റേണിറ്റി. സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കേണ്ടതാണ് ഞാൻ. സ്തോത്രം. ആ ഒരു കാഴ്ചപ്പാടിലാണോ ഞാൻ ജീവിക്കുന്നത്? ഓർ ഐ എം ജസ്റ്റ് വറീഡ് അബൌട്ട് മൈ ഡേ ടു ഡേ ലൈഫ്. ഇന്നത്തെ കാര്യം, നാളത്തെ കാര്യം എല്ലാം നാം, ഭക്ഷണം വേണം അല്ലേ? വി നീഡ് ഫുഡ്, വി നീഡ് വാട്ടർ, വി നീഡ് ക്ലോത്തിങ്, വി നീഡ് ഹൗസ്, വി നീഡ് ഗുഡ് എഡ്യൂക്കേഷൻ ഫോർ അവർ ചിൽഡ്രൻ. എല്ലാം നമുക്ക് വേണം. വി നീഡ് മണി, എല്ലാം വേണം. ബട്ട് ദാറ്റ് ഡസൻറ്റ് ഡിഫൈൻ അസ്. സ്തോത്രം. കാരണം എന്താണ്? ഇതെല്ലാം മാറിപ്പോകും ഇല്ലേ? ഇതെല്ലാം മാറിപ്പോകും. വി ഹാവ് ടു, നമ്മളൊരിക്കൽ സ്വർഗീയൻ്റെ പ്രതിമ നാം ധരിക്കും. സ്തോത്രം. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കുക, വി നീഡ് ടു ഓണർ അവർ ബോഡി. നമ്മുടെ ശരീരത്തെ നാം എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. ബിക്കോസ് ദിസ് ഇസ് ദ സീഡ്. ഒരിക്കൽ ഇതിൽ നിന്നാണ് സ്വർഗീയൻ്റെ പ്രതിമയുള്ള ശരീരം ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. സോ ദിസ് ഇസ് ദ സീഡ്. ഇതെൻ്റെ സീഡാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? You take care of the body. Don't abuse our body. Don't give it to abuse, or don't abuse others. മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ നമ്മളെ ഉപദ്രവിക്കാനോ ഒന്നും നാം എന്ത് ചെയ്യരുത്? ഈ ശരീരം ഉപയോഗിക്കരുത്. കാരണം ദിസ് ഇസ് ദ സീഡ്. ഇതൊരു സീഡാണ്. വിത്ത് വീണ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? റെസറക്റ്റഡ് ബോഡി വിൽ കം. സ്തോത്രം. അതോടൊപ്പം തന്നെ ഫൈൻഡ് ഹോപ്പ് ഇൻ ഡിസോണർ ആൻഡ് വീക്ക്നെസ്. ബലഹീനമുള്ളതാണ്, അപമാനമുള്ളതാണ്. നമ്മൾ കണ്ടല്ലോ ഇല്ലേ? ദ്രവത്വമുള്ളതാണ്. സ്തോത്രം. എന്നാൽ ഫൈൻഡ് ഹോപ്പ്. വാട്ട് ഈസ് ദ ഹോപ്പ്? ഗോഡ് വിൽ റീഡിഫൈൻ അവർ ബ്രോക്കൺനെസ്. നമ്മുടെ തകർച്ചയെല്ലാം എന്ത് ചെയ്യും? ദൈവം വേറെ ഒരു വിവർത്തനം തരും. വേറൊരു വിവർത്തനം. സ്തോത്രം. ഇംപെരിഷബിൾ, ഗ്ലോറിയസ്, പവർഫുൾ ദൈവം നമുക്ക് നൽകിത്തരും. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ സിക്നസ്, അവരുടെ സഫറിങ്, അവർ വീക്ക്നെസ് ഇതെല്ലാം ഉണ്ട് അല്ലേ? യേശുവും പറഞ്ഞു, ഇൻ ദിസ് വേൾഡ് യു വിൽ ഹാവ് ട്രബിൾ. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. പക്ഷെ അതിനോടൊപ്പം എന്തുണ്ട്? ഞാനും ഉണ്ട്. റൈറ്റ്? കഷ്ടമുണ്ട്, അതോടൊപ്പം തന്നെ ദൈവവുമുണ്ട്. ആൻഡ് ഹീ ഈസ് ബിഗർ ദാൻ അവർ പ്രോബ്ലംസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. God is bigger than our problems. എല്ലാ പ്രോബ്ലത്തെക്കാളും ഏറ്റവും വലുതാണ് ദൈവം. എത്ര വലിയ പ്രോബ്ലം എൻ്റെ പ്രോബ്ലമാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുമ്പോഴും ദൈവം പറയും, ഐ ആം മച്ച് ബിഗർ ദാൻ ദാറ്റ്. സ്തോത്രം. നമ്മൾ പ്രായമാവും, മുഖമൊക്കെ ചുളുങ്ങും, കൈയും കാലും ഒക്കെ പ്രയാസമൊക്കെ ആകും. ബട്ട് ദാറ്റ് ഡസൻറ്റ് ഡിറ്റർമിൻ അവർ ഫ്യൂച്ചർ. അതൊന്നും നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നതല്ല. നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് ആരാണ്? ദർസ് എ റിസറക്ഷൻ. നമുക്കൊരു ഇറ്റേണിറ്റി ഉണ്ട്. ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം ആൻഡ് ഐ ബിലോങ് ടു ഗോഡ്. ഞാൻ യേശുവിനുള്ളതാണ്. സ്തോത്രം. അന്നേരം രക്ഷയെന്ന് പറയുന്നത് നമ്മുടെ പാപക്ഷമ മാത്രമല്ല കേട്ടോ.
നമ്മുടെ പാപക്ഷമ മാത്രമല്ല, നമ്മളെ നീതിമാനാക്കി ഈ ലോകത്തിൽ ജീവിച്ച് 80 വയസ്സാകുമ്പം അയ്യോ ഈ അമ്മാമ്മ നല്ല അമ്മാമ്മയായിരുന്നു, ഈ അച്ഛൻ നല്ല അച്ഛനായിരുന്നു എന്ന് പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് പോകാനല്ല. ദർസ് എ ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരമുണ്ട്. മരിച്ചു കഴിഞ്ഞാലും ദർസ് എ ട്രാൻസ്ഫോർമേഷൻ. സ്തോത്രം. ബിക്കോസ് ഞാൻ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചതാണ് ദൈവം. God has called me to bear the image of the holy heavenly man. സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കാൻ വേണ്ടി എന്നെ ദൈവം എന്താണ് രക്ഷിച്ച് അവൻ്റെ കുടുംബത്തിലാക്കി. സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ you don't need to fear death. We don't need to fear death. So we can be a fearless witness. എന്താണ്? മറ്റുള്ളവർ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെ മറ്റുള്ളവരുടെ രോഗശയ്യയിൽ അല്ലെ മരണശയ്യയിൽ നമ്മൾ അവരെ ശുശ്രൂഷിക്കുമ്പം നമുക്ക് അവരോട് പറയാം, ഇത് അവസാനമല്ല, there's a life and I will also come and join you. അതുകൊണ്ടാണ് പലപ്പോഴും അവർ പറയുന്നത് it's just a sweet by and by. Bye, I will see you. നമ്മൾ ട്രെയിൻ കയറ്റി വിടുമ്പം, ഫ്ലൈറ്റ് കയറ്റി വിടുമ്പം, അല്ലേ ബസ് കയറ്റി വിടുമ്പം നമ്മൾ എന്താ പറയാറുള്ളത്? ബൈ ബൈ, ഇല്ലേ? കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സെ കയറ്റി വിടുമ്പം നമ്മൾ എന്ത് പറയും? ടാറ്റാ, ബൈ ബൈ. അതേ ഉള്ളൂ. ഡെത്ത് ഈസ് നോട്ട് ദി എൻഡ്. സ്തോത്രം, സ്തോത്രം. അവർ ബോഡി, ദിസ് ബോഡി ഈസ് നോട്ട് മൈ ഫൈനൽ ബോഡി. ഐ ഹാവ് എ ഗ്ലോറിയസ് ബോഡി വെയിറ്റിംഗ്. എനിക്ക് വേണ്ടി മഹത്വമുള്ളൊരു ശരീരം അത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവ് വന്നില്ലെങ്കിൽ, ഞാൻ മരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആ ശരീരം ലഭിക്കുകയുള്ളൂ. സ്തോത്രം. സോ വൺ ഡേ വി വിൽ ബി വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഗ്ലോറി. അങ്ങനാണെങ്കിൽ എന്ത് ചെയ്യണം? വി വിൽ ഓൾസോ റൈസ് ഇൻ ഗ്ലോറി. മഹത്വത്തിൽ നാം ഉയർത്തെഴുന്നേക്കും. ഡെത്ത് ഈസ് നോട്ട് ദി എൻഡ്. ദിസ് വേൾഡ് വിൽ പാസ് ബൈ. എല്ലാം മാറിപ്പോകും. ഞാൻ നിങ്ങളോടൊരു പ്രാവശ്യം പറഞ്ഞല്ലോ, എൻ്റെ സിസ്റ്റർ എന്നോട് ദൈവാത്മാവ് സംസാരിച്ച കാര്യം. അവൾ പറഞ്ഞു, ലോകമെല്ലാം മാറിപ്പോകും, മനുഷ്യരെല്ലാം മാറിപ്പോകും. എവ്രിബഡി വിൽ ഗോ, എവ്രിതിങ് വിൽ ഗോ. നമ്മൾ കാണുന്നതെല്ലാം പോകും, ഇല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ എത്ര വില കൂടിയ ഫർണിച്ചർ എടുത്ത് വെച്ചെന്ന് പറഞ്ഞാലും 10, 15, 20 വർഷം കഴിയുമ്പോൾ അതെല്ലാം പോകും, ഇല്ലേ? എത്ര വലിയ മൈക്ക് ഞാൻ പിടിച്ചെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പം അതെല്ലാം ഡാമേജ് ആയി പോകും. പക്ഷെങ്കിൽ നമ്മുടെ ശരീരം അതേപോലെ ഉള്ളൂ. ബട്ട് ദർ ഇസ് നോ ഹോപ്പ് ഫോർ ദിസ് മൈക്ക്. എത്ര ഫിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പം you have to throw it out. But for my body there's a hope. എൻ്റെ ശരീരത്തിന് ഒരു പ്രത്യാശയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ്? This body will change to a glorious body. I will bear the image of the heavenly man. സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കേണ്ടതാണ് എൻ്റെ ശരീരം. So from perishable to glorious body. ദ്രവത്വമുള്ളതിൽ നിന്ന് മഹത്വമുള്ള ശരീരം, അതാണ് റിസറക്റ്റഡ് ബോഡി. സ്തോത്രം. ഒരു നിമിഷം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ള വലിയ പദവി എന്ന് ഓർക്കാമോ? ഒരു പക്ഷേ നമ്മുടെ ഇല്ലായ്മയും അല്ലെ നമുക്കുള്ളതും ഒക്കെ വെച്ചായിരിക്കാം we will define who we are. We define who we are based on what we have and what we don't have. But think about this, the eternity with God, with the glorious body. ദൈവത്തോടൊപ്പമുള്ള നിത്യത. We will bear the image of the heavenly. അത് എത്രമാത്രം നമുക്ക് മനസ്സിലാകാമെന്ന് എനിക്കറിയുന്നില്ല. I cannot even grasp. സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുന്ന യേശുവിനെ പോലെ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുന്ന, സ്തോത്രം, we are called to be like that. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. So can we just see the weaknesses, problems, trials, temptation, everything with this perspective? സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കേണ്ടതാണ് ഞാൻ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ നമ്മുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം ഒന്ന് കാണാമോ? Can we put that glass, ആ ഒരു ഗ്ലാസ് എടുത്ത് വെക്കാമോ? സ്തോത്രം. സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കേണ്ടതാണെന്നുള്ള ആ ഒരു കണ്ണാടി നമ്മുടെ കണ്ണിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിലെ നോക്കാമോ? സ്തോത്രം. തകർച്ചയുണ്ടാകാം, ഭാരമുണ്ടാകാം, രോഗമുണ്ടാകാം. കർത്താവേ, എങ്കിലും ഞാൻ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കേണ്ടതാണല്ലോ. സ്തോത്രം. ലെറ്റ് ദാറ്റ് ബി അവർ നമ്മുടെ ക്ലിക്കിംഗ്, നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ ലെറ്റ് ദാറ്റ് ബി അവർ ബാറ്ററി ചാർജർ. കർത്താവേ, ഞാൻ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കേണ്ടതാണല്ലോ, ഞാൻ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കേണ്ടതാണല്ലോ. സ്തോത്രം. അതുകൊണ്ട് പാപം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പാപത്തോട് നോക്കി പറയണം, ഇല്ല, ഐ കൻ നോട്ട്, I will not, I won't, because ഞാൻ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കേണ്ടതാണ്. എൻ്റെ ശരീരം പാപത്തിന് വേണ്ടി ടെംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തോട് തന്നെ പറയണം, നോ,
ബിക്കോസ് ഞാൻ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കേണ്ടതാണ്. നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ നാവ്, നമ്മുടെ കാലുകൾ, നമ്മുടെ കൈകൾ, സ്തോത്രം, അവരോടൊക്കെ പറയണം, ആ അവയവങ്ങളോടൊക്കെ പറയണം, നാം സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കേണ്ടതാണ്. സ്തോത്രം. സോ പ്രശ്നങ്ങൾ മാത്രമല്ല, പാപത്തെയും നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കും. കാരണം നാം സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കേണ്ടതാണ്. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. കർത്താവെ, വി ഇൻവൈറ്റ് യുവർ പ്രസൻസ് ഓ ലോർഡ്. ഒന്ന് പറഞ്ഞേ, കർത്താവെ, വി ഇൻവൈറ്റ് യുവർ പ്രസൻസ്. അങ്ങയുടെ മഹത്വമുള്ള ശരീരം എനിക്കിപ്പോൾ ഇല്ല, ബട്ട് ഐ വിൽ റിസീവ് ദാറ്റ് വൺ ഡേ. എനിക്കൊരിക്കൽ അത് ലഭിക്കുമല്ലോ. പുനരുത്ഥാനത്തിൻ്റെ ശരീരം എനിക്കിപ്പോഴില്ല, ബട്ട് ഐ വിൽ റിസീവ് ദാറ്റ് വൺ ഡേ. ഒരു ദിവസം എനിക്കത് ലഭിക്കുമല്ലോ കർത്താവേ. സ്തോത്രം. അതുകൊണ്ട് ആർക്കെങ്കിലും മരണത്തെക്കുറിച്ച് ഭീതിയുണ്ടെങ്കിൽ, സ്തോത്രം, നമ്മളാരും ഉടനെ മരിക്കാൻ പോകുന്നില്ല, പക്ഷെങ്കിൽ ഭീതിയോട് മരണത്തെ അഭിമുഖീകരിക്കേണ്ട കാര്യമില്ല. വി ക്യാൻ ഫേസ് വിത്ത് ഹോപ്പ്. പ്രത്യാശയോട് നമുക്ക് അഭിമുഖീകരിക്കാം. താങ്ക് യു ഫാദർ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹോളി സ്പിരിറ്റ്, വുഡ് യു പ്ലീസ് കം, വുഡ് യു പ്ലീസ് കം. നമ്മുടെ ഹൃദയത്തിലുള്ളത് കർത്താവിനോടൊന്ന് പറഞ്ഞേ, വാ തുറന്നൊന്ന് പറഞ്ഞേ. സ്തോത്രം. മേ ബി അത് കർത്താവെ കാരണം തോന്നണേ എന്നായിരിക്കാം. ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പോലെ, കർത്താവെ കാരണം തോന്നണമേ, അതായിരിക്കാം. അതായാലും കർത്താവിന് നമ്മുടെ ഉള്ളറിയാമല്ലോ. അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞായിട്ട്, കർത്താവെ കാരണം തോന്നണമേ, കാരണം തോന്നണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. കർത്താവെ, രോഗം അല്ലല്ലോ ഞങ്ങളുടെ ഡിഫൈൻ ചെയ്യുന്നത്. സ്തോത്രം. ഇറ്റ്സ് യു ഓ ലോർഡ്. കർത്താവെ, താങ്ക് യു ഫാദർ. സ്തോത്രം. ഞങ്ങളുടെ പ്രശ്നങ്ങളല്ലല്ലോ ഞങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത് കർത്താവെ. ഇറ്റ്സ് യു ഫാദർ. അങ്ങാണല്ലോ കർത്താവെ. അതുകൊണ്ട് ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ പെർസ്പെക്റ്റീവിനെ എല്ലാം രൂപാന്തരപ്പെടുത്തുന്ന ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കം ആൻഡ് ഫിൽ us, O Lord Jesus. താങ്ക് യു, താങ്ക് യു. പ്രാർത്ഥന അടിക്കാട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.